ഫ്രണ്ട്സ്, ഗിഗ്നോ മലയാളം ടെക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് Asus Zenfone Max Pro M2ൻ്റെ പ്രധാനപ്പെട്ട 5 ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. നിങ്ങൾ Asus Zenfone Max Pro M2 വാങ്ങുന്നതിന് മുന്നേ അറിയേണ്ട പ്രധാനപ്പെട്ട 5 ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന പ്രതീക്ഷയോടെ ഒരിക്കൽ കൂടി സ്വാഗതം. ഫ്രണ്ട്സ്, ഗിഗ്നോ മലയാളം ടെക് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. Asus Zenfone Max Pro M2ൻ്റെ ഒന്നാമത്തെ ഫീച്ചറാണ് സ്റ്റോക്ക് ആൻഡ്രോയിഡ്. സ്റ്റോക്ക് ആൻഡ്രോയിഡാണ് ഇന്ത്യയിൽ ഇന്ന് കൂടുതൽ മൊബൈൽ യൂസേഴ്സും തങ്ങളുടെ ഫോണിൽ വരാൻ ആഗ്രഹിക്കുന്ന സോഫ്റ്റ്വെയർ. അതായത് കസ്റ്റം UIയേക്കാളും സ്റ്റോക്ക് ആൻഡ്രോയിഡിനാണ് ഇന്ത്യയിലെ മൊബൈൽ യൂസേഴ്സിന് താല്പര്യം. സ്റ്റോക്ക് ആൻഡ്രോയിഡും കസ്റ്റം UIയും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാൽ സ്റ്റോക്ക് ആൻഡ്രോയിഡിൽ ബ്ലോട്ട് വെയേഴ്സ് കുറവായിരിക്കും. കസ്റ്റം UIയെ അപേക്ഷിച്ച് സ്റ്റോക്ക് ആൻഡ്രോയിഡിൽ ബ്ലോട്ട് വെയേഴ്സ് കുറവായിരിക്കും. അതാണ് സ്റ്റോക്ക് ആൻഡ്രോയിഡും കസ്റ്റം UIയും തമ്മിലുള്ള പ്രധാനപ്പെട്ട സവിശേഷത. Asus Zenfone Max Pro M2ന് നൽകിയിരിക്കുന്നത് സ്റ്റോക്ക് ആൻഡ്രോയിഡാണ്. അതാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാമത്തെ ഫീച്ചർ Asus Zenfone Max Pro M2ൽ. Asus Zenfone Max Pro M2ന് നൽകിയിരിക്കുന്ന രണ്ടാമത്തെ ഫീച്ചറാണ് 5000 mAh ബാറ്ററി. ഈ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഇന്ത്യയിൽ ഇറങ്ങുന്ന മറ്റ് ഫോണുകളിൽ ഒന്നിലും തന്നെ 5000 mAh ബാറ്ററി അതിൻ്റെ മാനുഫാക്ചേഴ്സ് നൽകിയിട്ടില്ല. അസൂസിൻ്റെ പ്രധാന എതിരാളിയായി ഇപ്പോൾ നമ്മൾ കണക്കാക്കപ്പെടുന്ന റിയൽമിയുടെ റിയൽമി 2 പ്രോയിൽ പോലും 3500 mAh ബാറ്ററിയെ കമ്പനി നൽകിയിട്ടുള്ളൂ. അസൂസ് ആണ് ഇന്ത്യയിൽ 5000 mAh ബാറ്ററി ഇതുവരെ നൽകി പോന്നിരിക്കുന്ന ഒരേ ഒരു ബ്രാൻഡ്. 5000 mAh ബാറ്ററി ആയതുകൊണ്ട് തന്നെ നോർമൽ യൂസേജിന് മിനിമം 2 days ബാറ്ററി ലൈഫ് ലഭിക്കുന്നതാണ്. ഹെവി യൂസേഴ്സിന് മിനിമം 1 day ബാറ്ററി ലൈഫ് എന്തായാലും ലഭിക്കുന്നതാണ് 5000 mAh ബാറ്ററി ആയതുകൊണ്ട് തന്നെ. മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ്. അസൂസ് തന്നെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് Asus Zenfone Max Pro M2ൽ ഏർലി ജാനുവരിയിൽ പൈ അപ്ഡേറ്റ് ലഭിക്കുമെന്ന്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ലഭിക്കുന്നതാണ്. കസ്റ്റം UI ആണെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഏറ്റവും ലേറ്റായിട്ടേ നമുക്ക് ലഭിക്കാറുള്ളൂ. സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയതുകൊണ്ട് നമുക്ക് അതിൽ നിന്നൊരു മോചനമാണ് നമുക്ക് ലഭിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് Corning Gorilla Glass 6. Corning Gorilla Glass 6 പ്രൊട്ടക്ഷനോടുകൂടിയാണ് Asus Zenfone Max Pro M2 പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇന്ത്യയിലെ ഈ ബഡ്ജറ്റ് സെഗ്മെൻറ്റിലെ മറ്റൊരു ഫോണിനും ഈ സവിശേഷത നമുക്ക് ലഭിക്കുന്നില്ല. ഇന്ത്യയിൽ ഇറങ്ങിയിരിക്കുന്ന ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾക്ക് പോലും Corning Gorilla Glass 6 ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അസൂസിന് അതിനൊരു മികച്ച കയ്യടി അർഹിക്കുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ Corning Gorilla Glass 6 പ്രൊട്ടക്ഷനോട് കൂടി വരുന്ന ഒരു ഫോൺ നമുക്ക് എത്ര ഡ്യൂറബിലിറ്റി കിട്ടുമെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് പ്രൊട്ടക്ഷനാണ് Corning Gorilla Glass 6. ഏറ്റവും ലേറ്റസ്റ്റ് Corning Gorilla Glassൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാണ് Corning Gorilla Glass 6. അതുകൊണ്ട് തന്നെ മികച്ചൊരു ഡ്യൂറബിലിറ്റി ആയിരിക്കും Asus Zenfone Max Pro M2 നമുക്ക് നൽകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് നോട്ടിഫിക്കേഷൻ LED ലൈറ്റ്. ഈ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഇറങ്ങുന്ന മറ്റൊരു ഫോണിനും അതിൻ്റെ മാനുഫാക്ചേഴ്സ് നോട്ടിഫിക്കേഷൻ LED ലൈറ്റ് നൽകിയിട്ടില്ല. അസൂസിന് അതിനും ഒരു കയ്യടി അറിയിക്കുന്നു. നോട്ടിഫിക്കേഷൻ LED ലൈറ്റ് Asus Zenfone Max Pro M2ൽ നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. അതും Asus Zenfone Max Pro M2ൻ്റെ എടുത്തു പറയേണ്ട മികച്ചൊരു ഫീച്ചറാണ്. ഈ 5 ഫീച്ചറാണ് നിങ്ങൾ Asus Zenfone Max Pro M2 വാങ്ങുന്നത് മുന്നേ അറിയേണ്ട പ്രധാനപ്പെട്ട ഫീച്ചർ. 1 സ്റ്റോക്ക് ആൻഡ്രോയിഡ്, 2 ബാറ്ററി, 3 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, 4 Corning Gorilla Glass 6 പ്രൊട്ടക്ഷൻ, 5 നോട്ടിഫിക്കേഷൻ LED ലൈറ്റ്. മികച്ച ഈ അപ്ഡേറ്റാണ് Asus നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൂടാതെ Snapdragon 660 എന്ന മികച്ച പവർഫുൾ പ്രോസസ്സറും Asus നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മികച്ചൊരു പ്രോസസ്സിംഗ് സ്പീഡും നമുക്ക് Zenfone Max Pro M2 ലഭിക്കുന്നതാണ്. മികച്ചൊരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ മികച്ചൊരു പാക്കേജാണ് Asusൻ്റെ Zenfone Max Pro M2. ആർക്കും ഒന്ന് ട്രൈ ചെയ്യാവുന്ന, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ സ്വയം യൂസ് ചെയ്യാനോ സാധിക്കുന്ന ഒരു മികച്ചൊരു ഫോണായിരിക്കും Asusൻ്റെ Zenfone Max Pro M2. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ ഫ്രണ്ട്സ്.